KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് 24-നൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദിനൊപ്പമാണ് ചേരുന്നത്. അലക്സ്, കോൺഗ്രസിന് നിർണായകമാണ്, അതിനിർണായകമാണ് ഈ തദ്ദേശം. എന്താണ് സണ്ണി ജോസഫിന്റെ പ്രതികരണം? ഹാഷ്മി, തീർച്ചയായും ഹാഷ്മി, ഇതാ നിമിഷങ്ങൾ മാത്രമാണ്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. 12:30 നേരത്തെ ആദ്യം നിശ്ചയിച്ചത് 12 മണിയാണെങ്കിൽ 12:30 പുതുക്കിയ സമയം. 12:30 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണും, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. മുന്നണികൾ വിരലുകൾ എണ്ണി കാത്തിരിക്കുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ KPCC അധ്യക്ഷൻ 24-നൊപ്പം ചേരുന്നുണ്ട്, സണ്ണി ജോസഫ് ചേരുന്നുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പടി മുന്നിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കോൺഗ്രസും UDFും തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങി. അത് നേട്ടമാകുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും മുന്നൊരുക്കത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ തന്നെയാണ് മുൻപിൽ. ഞങ്ങൾ മിഷൻ 2025 പ്രഖ്യാപിച്ച് നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. വാർഡ് കമ്മിറ്റികളുടെ രൂപീകരണം, പുതുതായിട്ട് ഗവൺമെൻറ് വാർഡുകൾ കൂടുതലാക്കി, നിയമസഭയിൽ ചർച്ചയില്ലാതെ ഒരു നിയമം പാസ്സാക്കി, വാർഡുകളെ വികൃതമായിട്ട് വെട്ടിമുറിച്ചു. എങ്കിലും ഞങ്ങൾ പുതിയ വാർഡുകൾക്കനുസരിച്ച് വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചു, കുടുംബ സംഗമങ്ങൾ നടത്തി. അതുപോലെ തന്നെ നിലവിലെ ഭരണത്തിനെതിരായിട്ടുള്ള സമര സംഗമങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണ പരാജയം വ്യക്തമാക്കിക്കൊണ്ടുള്ള കുറ്റപത്ര വിചാരണ ജാഥകൾ നടത്തി. തിരുവനന്തപുരത്ത് ഇപ്പോൾ ശ്രീ KM മുരളീധരൻ്റെ നേതൃത്വത്തിൽ ജാഥ നടന്നുകൊണ്ടിരിക്കുന്നു. കൊല്ലത്തെ NK പ്രേമചന്ദ്രൻ MPയുടെ നേതൃത്വത്തിൽ ജാഥ നടന്നു. അതുപോലെ കോഴിക്കോട്, എറണാകുളത്തും എല്ലാം കോർപ്പറേഷനുകളുടെ ദുർഭരണത്തിനെതിരെയുള്ള ജനകീയ വിചാരണ നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളിൽ, വിവിധ പഞ്ചായത്തുകളിൽ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിലെല്ലാം ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തി. അതുപോലെ തന്നെ UDFിൻ്റെ വികസന രേഖ ജനങ്ങളിലെത്തിച്ചു. ഭവന സന്ദർശനം എല്ലാ വാർഡ് കമ്മിറ്റികളും, കോൺഗ്രസിൻ്റെ വാർഡ് കമ്മിറ്റികൾ നടത്തി. കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളെ തുറന്നു കാട്ടുന്ന ലഘുലേഖ എല്ലാ വീടുകളിലും എത്തിച്ചു. വാർഡ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായിട്ടുള്ള ഫണ്ട് ശേഖരണം നടത്തി. നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വാർഡ് കമ്മിറ്റികൾക്ക് പൂർണ്ണ അധികാരം നൽകി. വാർഡ് എക്സിക്യൂട്ടീവ് യോഗങ്ങൾ ചേർന്ന് അവിടെ ചർച്ച ചെയ്ത് യോജിച്ച സ്ഥാനാർത്ഥികളെ മിക്ക സ്ഥലത്തും കണ്ടെത്തി. ഒറ്റപ്പേര് വരാത്ത സ്ഥലങ്ങൾ മാത്രമാണ് മുകളിലേക്ക് അത് റെഫർ ചെയ്തത്. അവിടെയും ഐക്യത്തോടെ സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനം തികഞ്ഞ യോജിപ്പിൽ നടത്തുന്നതിനും ഏതാണ്ട് സാധിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ തിരുവനന്തപുരത്തും കൊല്ലത്തും ആദ്യം പ്രഖ്യാപിച്ചു. വളരെയേറെ പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിച്ചു. കോഴിക്കോട്, എറണാകുളത്തും എല്ലാം, തൃശ്ശൂരും എല്ലാം അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നു. കണ്ണൂരും ആ രംഗത്ത് ഞങ്ങൾ മുൻപന്തിയിൽ നിൽക്കുകയാണ്. വളരെ യോജിപ്പിൽ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. വിലക്കയറ്റം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. യുവാക്കളെ ബാധിക്കുന്ന തൊഴിലില്ലായ്മ, ആരോഗ്യ മേഖലയുടെ തകർച്ച, വിദ്യാഭ്യാസ മേഖലയുടെ കെടുകാര്യസ്ഥത, സാമ്പത്തിക രംഗത്ത് ഗവൺമെൻറ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ വെട്ടിക്കുറച്ചു. DPC പാസ്സാക്കിയ, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി പാസ്സാക്കിയ പദ്ധതികൾ പോലും നടപ്പിലാക്കാൻ പണമില്ലാതെ നമ്മളുടെ ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ മുനിസിപ്പാലിറ്റികളും ലോക്കൽ ബോഡീസ് എല്ലാം നട്ടം തിരികെയായിരുന്നു. അതിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ല ഈ ഗവൺമെൻറ് ചെയ്തത്. പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് പ്ലാൻ ഫണ്ടിൻ്റെ ഇത്ര ശതമാനം അനുവദിക്കണം എന്ന നിയമത്തിൻ്റെ വ്യവസ്ഥ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആ ദുർബല ജനവിഭാഗങ്ങളുടെ ഫണ്ട് പോലും വെട്ടിക്കുറച്ചത്. എന്നാൽ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ദൂർത്തിന് കുറവില്ല. ഇപ്പോൾ കോൺക്ലേവുകൾ നടത്തുന്നു. ആരാണതിൽ പങ്കെടുക്കുന്നത്? വമ്പന്മാരാണ്, വലിയവരാണതിൽ പങ്കെടുക്കുന്നത്. അതിന് എത്ര കോടി രൂപയാണ് അതിൻ്റെ പരസ്യത്തിനും നടത്തിപ്പിനുമായിട്ട് ചെലവഴിക്കുന്നത്? ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സഹായ പദ്ധതികൾ തന്നെ അത് വളരെ വൈകി, ഒരു തെരഞ്ഞെടുപ്പിലെ പരാജയം മുൻകൂട്ടി കണ്ട് അതിനെ മറികടക്കാനുള്ള ഒരു കുതന്ത്രം മാത്രമല്ലേ. 2500 രൂപ ക്ഷേമ പെൻഷൻ നൽകുമെന്ന് 4.5 കൊല്ലം മുമ്പ് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ ആളുകൾ 4.5 കൊല്ലക്കാലം ഭരണത്തിലിരിക്കുമ്പോൾ പ്രതിപക്ഷം പലവട്ടം അത് ഓർമ്മിപ്പിച്ചിട്ടും അവർക്ക് നടപ്പിലാക്കാൻ സാധിച്ചില്ല. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രം. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. ഇത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നേരത്തെ നടപ്പിലാക്കാമായിരുന്നു. ഇനി വൈകിയത് സമ്മതിക്കുകയാണെങ്കിൽ ഈ പദ്ധതിയുടെ വർധനവിന് മുൻകാല പ്രാബല്യം നൽകണം. ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വളരെ ലളിതമായൊരു കാര്യമാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാന് ശമ്പളം കൂട്ടിക്കൊടുക്കാം. ഹൈക്കോടതിയിലെ അഭിഭാഷകർക്കും PSC മെമ്പർമാർക്കും ശമ്പളം കൂട്ടിക്കൊടുക്കാം. ആശാവർക്കർമാരുടെ സമരത്തെ ഗവൺമെൻറ് എങ്ങനെയാണ് കണ്ടത്? കാർഷിക മേഖലയുടെ തകർച്ച ഒരു ചെറിയ സഹായം പോലും ഗവൺമെൻറ് ചെയ്തിട്ടില്ല. വന്യമൃഗശല്യത്തിന് ഒരു പരിഹാരവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല.
ഇത്തവണ ലോക്കൽ ബോഡിയിൽ വലിയ മുന്നേറ്റം കോൺഗ്രസും UDF-ഉം പ്രതീക്ഷിക്കുന്നു. വളരെ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം. 2010 ഏറ്റവും നല്ല വിജയം നേടാൻ സാധിച്ചത് VS ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സർക്കാരിനെതിരെയുള്ളൊരു വികാരമാണെന്ന് ആഞ്ഞടിച്ചത്. അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായ ഒരു മിന്നും വിജയം UDF കോൺഗ്രസ് പ്രതീക്ഷിക്കുക. ചില തർക്കങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അത്തരം ചില കണ്ണൂർ കോർപ്പറേഷൻ UDF-ൻ്റെ കയ്യിലിരിക്കുന്ന കോർപ്പറേഷൻ അവിടെയും മുസ്ലിം ലീഗുമായി ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ പരിഹരിക്കട്ടെ. ഇതിപ്പോൾ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നില്ല, അതിന് മുൻപായിട്ട് ഇത്രയും പുരോഗമിച്ച ഇത്രയും ഐക്യത്തിലെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? സാധാരണ അലക്സാം മുഹമ്മദ് 24 സംസാരിക്കുകയായിരുന്നു. തികഞ്ഞ വിജയപ്രതീക്ഷയാണെന്ന് പറയുകയാണ് KPC അധ്യക്ഷൻ. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറും, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വോട്ടായി മാറും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. അതേസമയം തന്നെ ഈ വാർഡ് വിഭജനത്തിലുള്ള അതൃപ്തി അദ്ദേഹം പറയുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.